ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വിഭവം എന്ന് പറഞ്ഞാൽ കരിമീൻ പൊള്ളിച്ചതാണ് കേട്ടോ. 2 കരിമീനാണ് വാങ്ങിയത്. അത് അവർ തന്നെ നമുക്ക് ക്ലീൻ ചെയ്തൊക്കെ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. വലിയ കരിമീനാണ്. അപ്പോൾ ഒരെണ്ണം മാറ്റി വെച്ചിട്ടുണ്ട്, ഒരെണ്ണം പൊള്ളിക്കാനായിട്ട്. എൻ്റെ ആഗ്രഹത്തിന് ഗർഭിണികൾക്കാണല്ലോ മുൻതൂക്കം, അതുകൊണ്ട് എൻ്റെ ആഗ്രഹത്തിന് പൊള്ളിക്കാൻ വേണ്ടി വെച്ചു. പക്ഷേ എനിക്ക് തന്നെ പണി കിട്ടി, എന്നോട് തന്നെ ചെയ്തോളം പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ചെയ്യണതാണ് എൻ്റെ ഇഷ്ടത്തിന് കേട്ടോ. അങ്ങനെയല്ല, അങ്ങനെ അപ്പം വെറുതെ ഒരു വാഴയിലൊക്കെ മുറിച്ച് ഒരു വേറെ ഒന്നുമല്ല. എന്നിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ, ചെറുനാരങ്ങ നീര് അത്രയും ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് മസാല ഉണ്ടാക്കി നമ്മളത് കരിമീൻ്റെ മേലെ പുരട്ടി കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് എല്ലായിടത്തും പിടിക്കേണ്ട രീതിയിൽ പുരട്ടി കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഒരു വാഴയില വേറെ വാട്ടി വെക്കുന്നുണ്ട് കേട്ടോ പൊതിയാനായിട്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു മസാല ഉണ്ടാക്കാന്നുള്ളത്. പൊള്ളിക്കാനായിട്ട് മസാല വേണം. വെറുതെ വറുത്തെടുക്കാനാണെങ്കിൽ ഇത്ര മതി, ഇതെടുത്തിട്ട് എണ്ണയിലിട്ട് വറുത്താൽ മതി. പൊള്ളിക്കലായ കാരണം ഒരു മസാല കൂടി ഉണ്ടാക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് സവാള, തക്കാളി, പച്ചമുളക്, ഇഞ്ചി, വെളുത്തുള്ളി ഇത്ര ഇട്ടിട്ട് ഒന്ന് വഴറ്റിയെടുക്കുക. അതായത് അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി, ഉപ്പ്, മല്ലിപ്പൊടി അത്രയും ചേർത്ത് നമ്മൾ സാധാരണ മസാല ഉണ്ടാക്കണം തന്നെ കേട്ടോ. ചിക്കനും ബീഫിനൊക്കെ ഉണ്ടാക്കുന്ന ഒരു മസാല ഉണ്ടല്ലോ, ആ മസാല തന്നെ സെയിം സാധനം. അതുണ്ടാക്കി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആ ചട്ടിയിലേക്ക് തന്നെ നമ്മൾ കുറച്ച് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഈ കരിമീനൊന്ന് വറുത്തെടുക്കണം. ചെറുതായിട്ടൊന്ന് മുരിഞ്ഞാൽ മതി കേട്ടോ, കാര്യമായിട്ട് മുരിക്കണ്ട. അപ്പോൾ പിന്നെ വറുത്ത പോലെയാവും. അത് പൊള്ളിക്കലല്ലേ. അപ്പോൾ അതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പിലയും വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ടിട്ടുണ്ട്, നല്ലൊരു മണം കിട്ടാൻ വേണ്ടിയിട്ട്. ആ 2 ഭാഗം തിരിച്ച് മറിച്ചിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളത് എടുത്തിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള വാഴയിലയിൽ, വാട്ടി വെച്ച വാഴയിലയാണ്, അതിലേക്ക് ഉണ്ടാക്കി വെച്ച മസാല ആദ്യത്തെ ഒരു ഇത് കുറച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ശേഷം അതിൻ്റെ മേലേക്ക് നമ്മളുടെ കരിമീൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും ബാക്കി മസാല എടുത്തിട്ട് മുകളിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു സവാള, ഒരു തക്കാളി മാത്രമേ ഉള്ളൂ കേട്ടോ അതിൽ. അത്രയും ചെറിയ മസാല ഉണ്ടാക്കിയിട്ടുള്ളൂ. എന്നിട്ട് നമ്മൾ നന്നായി പുരട്ടിയൊക്കെ കൊടുത്തതിന് ശേഷം നമുക്കിത് വാഴയില പൊതിഞ്ഞ് കെട്ടി സെറ്റാക്കിയിട്ട് മാറ്റി വയ്ക്കുക. വീണ്ടും ചീഞ്ചട്ടിയോ അല്ലെങ്കിൽ ഉരുളി ഏതിലെങ്കിലും നമ്മൾ ഇത് വേവിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ അതായത് ആ ഉരുളി തന്നെ കഴുകി അതിലേക്ക് തന്നെ വെച്ചിട്ട് മൂടി കൊണ്ട് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ കിടന്ന് ഇങ്ങനെ ആവിയിൽ കിടന്ന് അതിങ്ങനെ വെന്ത് വരും. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളത് എടുത്തിട്ടുണ്ട്. വാഴയില കട്ട് ചെയ്ത് അതിൻ്റെ കെട്ടൊക്കെ പൊട്ടിച്ച് തുറക്കുന്നുണ്ട്. തുറക്കേണ്ട നേരത്തെ തന്നെ എൻ്റെ കെട്ടിയാൽ വന്നു കേട്ടോ. അങ്ങനെയല്ല കേട്ടോ, ആളഞ്ഞ് മേടിച്ചു കൊണ്ടെന്ന് അങ്ങനെ വെറുതെ പറഞ്ഞ കേട്ടോ. അപ്പോൾ അതേ അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട്. വെച്ചാൽ ഞാൻ തുറക്കാൻ വേണ്ടി ഞാൻ വിളിച്ചതാണ് കേട്ടോ. കൈ ചൂടാവുമല്ലോ, നമുക്ക് എൻ്റെ കൈ കൊള്ളാതിരിക്കാൻ വേണ്ടി ഞാൻ സൂത്രം കാണിച്ചതാണ്. അപ്പോൾ അതേ തുറന്ന് കിട്ടിയിട്ടുണ്ട്. നല്ല വേപ്പിലൊക്കെ ഇട്ട് ഞാൻ ഒരു സംഭവമൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, പ്ലേറ്റ്. പക്ഷേ പിന്നെ അതിലേക്ക് വന്ന കൈകൾ, ഈ കുഞ്ഞു കൈകളാണ്. ആ കുഞ്ഞു കൈകൾ നാരങ്ങ പിഴിഞ്ഞൊഴിക്കലും ആകെ ബഹളമായി. പിന്നെ വേഗം കിട്ടാൻ വേണ്ടിയിട്ട് മീൻ അങ്ങനെ കണ്ടപ്പോൾ. അപ്പോൾ എനിക്കൊന്ന് വീഡിയോ എടുക്കണം, ഒന്ന് സമ്മതിക്കുക എന്നൊക്കെ പറഞ്ഞ് അവൻ്റെ പെർമിഷനോട് കൂടിയാണ് പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തത് കേട്ടോ. അപ്പോൾ അതിങ്ങനെ എടുക്കുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് വെന്തുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. കരിമീൻ ഇഷ്ടമുള്ളവരെ സംബന്ധിച്ച് ഏത് ഫോമിൽ കിട്ടിയാലും അത് ഇഷ്ടമായിരിക്കും. പൊള്ളിച്ചതെന്ന് പറയുമ്പോൾ അതിന് അപാര ടേസ്റ്റാണ്. സൈഡിൽ നിന്നൊക്കെ സംഭവം പോയിട്ടുണ്ട്. അപ്പോൾ അടിപൊളി ആയിരുന്നു കേട്ടോ. ഞാൻ കുറേ മുന്നേ ഇതുപോലെ കരിമീൻ പൊള്ളിച്ച വീഡിയോ കിട്ടുന്നുണ്ട്. പിന്നെ ഓരോ പ്രാവശ്യം കിട്ടുമ്പോഴും ഓരോ പ്രാവശ്യം നമ്മളെ ഇത്. അപ്പോൾ ബൈ ഫ്രം ചിന്നൂസ് ഡയറീസ്.